സ്ലീഹ മൂന്നാം ബുധൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 39 മുതൽ 42 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. സമരിയാക്കാരുടെ സാക്ഷ്യം. മനുഷ്യാത്മാവിനെ തേടി ലോകത്തിലേക്ക് വന്ന യേശു തന്റെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ വഴിപിഴച്ചുപോയ ഒരു സമരിയാക്കാരിയെ തേടി കിണറ്റിൻകരയിൽ കാത്തിരിക്കുന്ന സംഭവത്തിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ധ്യാന വിഷയം. അവളാകട്ടെ തനിക്ക് ലഭിച്ച ദൈവാനുഭവം തന്നിൽ തന്നെ കുഴിച്ചു മൂടാതെ നാട് മുഴുവൻ ഓടി നടന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ അവൾ സുവിശേഷത്തിന്റെ ആദ്യത്തെ പ്രേക്ഷിതയായി മാറുന്നു. ദൈവം അവളോടൊപ്പം പ്രവർത്തിച്ചിരുന്നതിനാൽ ശ്രോതാക്കൾ അവളിലൂടെ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇതാണ് ഏതൊരു പ്രേക്ഷിത പ്രവർത്തനത്തിന്റെയും വിജയരഹസ്യം. തന്റെ വഴിപിഴച്ച ജീവിതത്തിൽ തിരുത്തേണ്ടവ തിരുത്താനും നവീകരിക്കേണ്ടവ നവീകരിക്കാനും അവൾ തയ്യാറായി. അവളുടെ പ്രേരണയാൽ അവനെ ശ്രവിച്ച പട്ടണവാസികളും അവനെ ലോകരക്ഷകനായി അംഗീകരിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ടവരല്ല, വിജാതീയരാണ് ഈ സത്യം ആദ്യം തിരിച്ചറിഞ്ഞത്. അത് അവരുടെ യോഗ്യതയല്ല, സർവ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിട്ടാണ് അവർ അയക്കപ്പെട്ടത്. അങ്ങനെ പ്രകാശിതരായ വിജാതീയ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാമും എന്ന ഉത്ബോധം നമുക്കുണ്ടാകും.